അപ്പോൾ ഇത് ഞങ്ങൾ ഒരിക്കൽ കൂടി നിങ്ങളുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഒരു അടിപൊളി സംഭവമായിട്ട് എത്തിയിരിക്കുന്നത് കേട്ടോ. നമുക്കൊരു മസാല കപ്പലണ്ടി അങ്ങോട്ട് ഉണ്ടാക്കിയാലോ. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ പുറത്തൊരു കോട്ടിംഗ് ആയിട്ടുള്ള കപ്പലണ്ടി ഇല്ലേ, അപ്പോൾ അത് നമുക്കൊന്ന് റെഡിയാക്കാം. അപ്പോൾ ഞാൻ ഈ കപ്പലണ്ടി ചെറുതായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. തൊണ്ടോട് കൂടി തന്നെ വേണം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് മസാല വേണമല്ലോ ഇതിന് വേണം. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം. അപ്പോൾ ഞാൻ ഈ സ്പൂണിൽ ഒരു 2.5 സ്പൂൺ കടലമാവ് എടുത്തിട്ടുണ്ട് കേട്ടോ. കടലമാവ് അതേപോലെ തന്നെ ഇതിലേക്ക് നമ്മളുടെ ഈ കടലമാവിലേക്ക് പുട്ടിൻ്റെ പൊടി ഇട്ടാ, പുട്ടില്ലേ, പുട്ടിൻ്റെ പൊടി 2 സ്പൂൺ തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. കണ്ട 2 ഇത്. അതേപോലെ തന്നെ നമുക്കൊരു ക്രിസ്പിനെസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് മിക്സ് ചെയ്യാം. അപ്പോൾ അതേ കോൺഫ്ലവറും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ചെറിയൊരു എരിവൊക്കെ വേണ്ട. അപ്പോൾ അതിന് വേണ്ട മുളക് പൊടി ഇതൊക്കെ ആഡ് ചെയ്യാം. ഉപ്പ്, അതേപോലെ തന്നെ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും കൂടി ചതച്ചെടുത്തേക്കണ പേസ്റ്റ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് ഭാഗം. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കണത് കുറച്ച് മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടി. മഞ്ഞൾപ്പൊടിയും കാശ്മീരി മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി നമ്മുടെ ആ കോട്ടിങ്ങൊക്കെ ഒരു മഞ്ഞ കളർ ഉണ്ടാവണമല്ലോ, എന്നാലല്ലേ നമുക്കതൊരു ഭംഗിയും ഒരു ടേസ്റ്റും ഒക്കെ വരുള്ളൂ. ലേശം കായത്തിൻ്റെ പൊടി, അതേപോലെ തന്നെ ചെറിയ 2 സ്പൂണിൽ കാശ്മീരി മുളക്. കാശ്മീരി എരിവുള്ള മുളക് പൊടിയല്ല, കാശ്മീരി ചേർക്കണം. എരിവുള്ളത് ചേർത്താൽ എരിവ് കൂടുകയുള്ളൂ, കളറ് കിട്ടില്ല. ഇനി നമുക്ക് കുറച്ച് വെള്ളം തളിച്ചു കൊടുത്തതൊന്ന് കുഴച്ചെടുക്കാം. വെള്ളം ഒഴിക്കരുത്, കുറച്ച് തളിച്ചു കൊടുക്കണം. കുറച്ച് തളിച്ചു കൊടുക്കാം. നമ്മളുടെ കപ്പലണ്ടിയിലൊക്കെ പിടിച്ചിരിക്കാൻ പാകത്തിന് മാത്രം. നമുക്ക് കൈ വെച്ചൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. അത് പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പലണ്ടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. തൊണ്ടുള്ള കപ്പലണ്ടി വേണം കേട്ടോ, അല്ലെങ്കിൽ അത് കോട്ടിങ് ഇതിൽ പിടിക്കില്ല. ഒന്ന് ശരിക്കും ഇളക്കി കൊടുക്കുക. അധികം കുത്തി ഉടയ്ക്കരുതിട്ട്, ഉടച്ചാൽ കപ്പലണ്ടി ഇതായിപ്പോവും. കപ്പലണ്ടി ആഡ് ചെയ്ത് കൊടുക്കാം. കോട്ടിങ് ഇതിലേക്ക് ശരിക്കും പിടിക്കണം. ഇത് കുറച്ച് സമയം ഒന്ന് ഇരിക്കട്ടെ കേട്ടോ. അപ്പോൾ കോട്ടിങ്ങൊക്കെ അതിലേക്ക് പിടിച്ചിരിക്കും. ഒരു 15 മിനിറ്റോളം. അത് കഴിയുമ്പോൾ നമ്മളുടെ ഇതിലേക്കൊക്കെ പിടിച്ച് കഴിയുമ്പോൾ നമുക്കത് വറുത്തെടുക്കാം. പാൻ അടുപ്പത്ത് വെച്ച് വറുത്തെടുക്കാൻ വേണ്ടി ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ആദ്യം നമുക്ക് കുറച്ച് വേപ്പില വറുത്തെടുക്കാം. കാരണം വേപ്പില വറുത്തെടുക്കുമ്പോൾ ആ എണ്ണയ്ക്ക് നല്ല സ്മെല്ലായിരിക്കും നമ്മൾ കപ്പലണ്ടിയും കൂടി വറുക്കുമ്പോൾ. അപ്പോൾ ആദ്യം കുറച്ച് വേപ്പില, അതായത് നമുക്ക് വേപ്പില കോരിയെടുക്കാം കേട്ടോ. അതായത് നമുക്കിത് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെക്കണേ, ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ലോ ഫ്ലെയിം. നമ്മളിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇട്ടാൽ അത്രയും നല്ലത്. ഫ്ലെയിം കുറച്ച് വെക്കണം കേട്ടോ. ഒട്ടിപ്പിടിച്ചിരിക്കുകയാണെങ്കിൽ നമുക്കൊന്ന് പയ്യെ ഒന്ന് ഉടച്ച് മാറ്റിയാലും മതി. ഇങ്ങനെ ഇട്ട് കൊടുക്കാം.
അപ്പോൾ നമുക്കതങ്ങനെ എല്ലാം ഇട്ട് കൊടുക്കാം. ഇത് പയ്യെ ഉടച്ചു കൊടുത്താൽ മതി. അപ്പോൾ അതങ്ങനെ ഇതായിക്കോളും. അല്ലെങ്കിൽ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം. അതിലും നല്ലത് നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കണതാണ്. ഫ്ലെയിം കുറച്ച് തന്നെ വെക്കണേ, കാരണം അതിൻ്റെ പുറത്ത് ഇത് പെട്ടെന്ന് അങ്ങോട്ട് ഇതായിപ്പോവും. അപ്പോൾ നിങ്ങൾക്കിത് കണ്ടിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്കൊക്കെ അടിക്കണേ, ഷെയർ ചെയ്യണേ. കാരണം ഇപ്പോൾ പലരും കാണുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് കേട്ടോ. അപ്പോൾ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഞങ്ങളിപ്പോൾ ഒത്തിരി വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്, നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബും ചെയ്യുക കണ്ടതിന് ശേഷം. പിന്നെ കമൻറ്റ് തരിക. ഇത് നമുക്കിപ്പോൾ വീട്ടിലുണ്ടാക്കുമ്പോൾ പറഞ്ഞത് ഇത് കണ്ട നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നേ. നമുക്കിത് കടയിൽ നിന്ന് മേടിക്കുമ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ചേർത്തേക്കണേന്നൊന്നും നമുക്കറിയില്ലല്ലോ. ഇതാവുമ്പോൾ കപ്പലണ്ടി മേടിച്ചിപ്പോൾ നമ്മളുടെ കുട്ടികളൊക്കെ വീട്ടിലിരിക്കാമല്ലേ, അവർക്ക് ഒരു നേരം പോക്കിന് വേണ്ടിയും നമുക്ക് കൊടുക്കാവുന്ന ഒരു നല്ലൊരു സ്നാക്കാണിത്. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണേ. കണ്ട, ഇത് നമുക്ക് ഒറ്റയായിട്ട് വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ കുഴപ്പമില്ല. ഒന്നിട്ടിട്ടൊന്ന് പയ്യെ അങ്ങോട്ട് തിളച്ച് വരുമ്പോൾ ഒന്നിങ്ങനെ ഒരു ഇത് വെച്ചൊന്നിങ്ങനെ ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ സെപ്പറേറ്റ് ആയിക്കോളും. അല്ലെങ്കിൽ ഒറ്റയായിട്ട് ഇടാം, എങ്ങനെയായാലും കുഴപ്പമില്ല. ലോ ഫ്ലെയിമിൽ വെക്കണേ, അല്ലെങ്കിൽ അത് തണുത്തു പോകും. അപ്പോൾ നമ്മളുടെ കപ്പലണ്ടി എല്ലാം നമ്മൾ മസാല കപ്പലണ്ടി റെഡിയായി കഴിഞ്ഞു. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ചെറിയ തീയിൽ തന്നെ ഇട്ട് നമ്മൾ സിമ്മിൽ തന്നെ ഇട്ട് ചെയ്യണം. നല്ല എന്താ പറയണേ, നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല വാസനയുണ്ട്. നമ്മൾ ആ കടയിൽ നിന്ന് മേടിക്കണ അതേ സ്റ്റൈല് തന്നെ. തൊണ്ട് നമ്മൾ കളയരുതിട്ടോ, വറക്കുമ്പോൾ തൊണ്ട് പോയി കഴിഞ്ഞാൽ ഇതിലേക്ക് കോട്ടിങ് പിടിക്കില്ല. അതേപോലെ തന്നെ നമ്മൾ കുറച്ച് നേരം വെക്കുകയാണെങ്കിൽ ഇത് ഒന്നുമേ തൊടാതെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണേ, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മളുടെ മക്കൾക്കൊക്കെ ഇഷ്ടമാവുകയും ചെയ്യും. അപ്പോൾ ഇത് കണ്ട കര ആയേക്കണേൻ്റെ ആ ഒരു ഇതാണ്, നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. അതേ സൗണ്ട് കണ്ടോ, നമ്മൾ കടിച്ചു നോക്കുമ്പോൾ. അപ്പോൾ ഫ്രണ്ട്സ്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ഉണ്ടാക്കിയിട്ടത് കഴിച്ചൊക്കെ നോക്കി, നല്ല ടേസ്റ്റാണ്. ഇതേ എൻ്റെ മോളൊക്കെ വന്ന് അതിൽ നിന്ന് എടുത്ത് കഴിക്കുന്നുണ്ട്. കറകറാന്ന് കണ്ട, നല്ല ക്രിസ്പി ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, വളരെ എളുപ്പമാണ്. ഞാൻ ലാസ്റ്റ് കുറച്ച് നല്ല മുളക് പൊടിയിൽ എരിവുള്ള മുളക് പൊടിയുടെ ഇതിനകത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടൊന്ന് കൂട്ടി കഴിഞ്ഞപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും കണ്ടതിന് ശേഷം ഞങ്ങളോട് കമൻസൊക്കെ പറയുക. ഞങ്ങൾ അടുത്ത പുതിയ വീഡിയോയുമായി വരുന്നത് വരെ ബൈ.